നമ്മുടെ സംസ്ഥാനത്തെ ഈ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ ദിവസവും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. എത്രയോ ഗുരുതരമായി തന്നെ കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ്. യാതൊരു പരിഹാരവും എവിടെയും ഉണ്ടാകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, പുറമേ എല്ലാം ഇങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ചന്ദ്രാപൂരിലെ ജനവാസ മേഖലയിൽ പുലിക്കൂട്ടമാണ് ഇറങ്ങിയത്. ചന്ദ ഫാക്ടറിയിലാണ് 4 പുലികൾ ഇറങ്ങിയത്. ഫാക്ടറി ജീവനക്കാർ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലാണ്. പുലികൾ കൂട്ടമായി ഇറങ്ങിയതോടെ അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ ഭീതിയിലാണ്. ആ പ്രദേശത്ത് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. വിനയുണ്ണിയാണ് നമ്മുടെ കൂടെയുള്ളത്. വിനയ്, ഒരു പുലിയെ കണ്ടാൽ തന്നെ പേടിയാണ്. എങ്ങനെ പുറത്തിറങ്ങുമെന്നായിരിക്കും പിന്നെ ചിന്ത. അതിനിടയിലാണ് ഈ 4 പുലികൾ വന്ന് നിൽക്കുന്നത്. കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. ഈ നായ്ക്കളൊക്കെ ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കുന്നത് പോലെയാണ്. ഇതിപ്പോൾ ജനങ്ങളാകെ ഭീതിയിലാണല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ആദ്യം ഈ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ നീലഗിരിയിലാണ് ഇത്തരത്തിൽ പുലി ഇറങ്ങിയെന്ന് വരുന്നൊരു വാർത്തയാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായത് വ്യാജ വാർത്തയാണ്. ഇത് ഇന്നലെ മഹാരാഷ്ട്ര ചന്ദ്രാപൂരിലെ ഓർഡിനൻസ് ഫാക്ടറിയിലാണ് ഈ സംഭവം. ഇന്നലെ രാത്രി ഓർഡിനൻസ് ഫാക്ടറിയുടെ കോമ്പൗണ്ടിലാണ് ഇത്തരത്തിൽ 4 പുലികൾ ഇറങ്ങിയത്. നമുക്ക് പണ്ടത്തെ രജനീകാന്തിന്റെ ഒക്കെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. പന്നിയങ്കത കൂട്ടമായി വരും, സിംഹം സിംഗിളതായി വരുന്നൊരു ഡയലോഗ് ഉണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് പുലികൾ കൂട്ടമായി ഈ ഒരു ഓർഡിനൻസ് ഫാക്ടറിയുടെ കോമ്പൗണ്ടിൽ വരികയാണ്. 4 പുലികളെ ഒറ്റയടിക്ക് ഈ ഫാക്ടറിയിൽ ജീവനക്കാർ കണ്ടത്. രാത്രിയിലായിരുന്നു, അധികം ജീവനക്കാരുണ്ടായിരുന്നില്ല, ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ 4 പുലികളെ കണ്ടത്. അതും വളരെയധികം യാദൃശ്ചികമാണ്. ഞെട്ടിപ്പോയി. അവർ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. 4 പുലികൾ ഇങ്ങനെ കോമ്പൗണ്ടിലൂടെ തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ വനം വകുപ്പിനെ വിവരം അറിയിച്ചു. വനം വകുപ്പ് എത്തി ഇവരെ നിരീക്ഷിച്ചു. കാരണം ഇതിനെ ഓടിച്ചു വിടുക പോലും അസാധ്യമാണ്. കാരണം അക്രമ സ്വഭാവമുള്ള പുള്ളിപ്പുലി വിഭാഗത്തിൽപ്പെട്ടവയാണ്. അതുകൊണ്ട് ഓടിച്ചു വിടുക പോലും അസാധ്യമാണ്. അത്തരത്തിൽ അവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോൾ വളരെയധികം ഭീതിയിലാണ്. കാരണം പുലികൾ കൂട്ടമായി ഇറങ്ങുന്നു എന്നുള്ളത് വലിയൊരു സന്ദേശമാണ്. അല്ലെങ്കിൽ കാട്ടിനകത്ത് എന്തോ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ്. കാരണം ഭക്ഷണത്തിന്റെ കുറവോ വെള്ളത്തിന്റെ കുറവോ ഒക്കെ കാരണം ആകാം ഇത്തരത്തിൽ കൂട്ടമായി പുലികൾ പോലും നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഉഷ്ണകാലമാണ്, വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ ഇനിയും ഇറങ്ങാനുള്ള സാധ്യത. എന്തായാലും അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ ഭീതിയിലാണ്. വനവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂക്ഷിക്കുക. അതിനപ്പുറത്തേക്കും ആ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ശരി വിനയ്.